friends, welcome to Tech and Pets. So, we will do a variety video. A tech video, a pet related video, a cooking video. Now, COVID situation, we are eating hotel food. So, we will hotel food. Video. പരിപ്പോട ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പരിപ്പാണ്. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്തേക്കുക. ഒരു 2 മണിക്കൂർ നേരം പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കണം. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് സബോള, പെരിഞ്ചീരകം, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി എന്നിവയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന പരിപ്പിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് ഏകദേശം 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. ഇനിയിപ്പോൾ ഇത് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കണം. പരിപ്പ് കൂടുതലായിട്ട് അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിന് അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഇൻഗ്രീഡിയൻസ് വെച്ച് പെരിഞ്ചീരകവും കറിവേപ്പിലയും ഒഴിച്ച് ബാക്കിയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഏകദേശം ഈ ഓംലെറ്റിനൊക്കെ വേണ്ടി അരിയുന്ന ആ രീതിയിൽ. പിന്നെ കറിവേപ്പില നമ്മൾ ഇതുപോലെ നടുക്കൂടെ കീറി എടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു പരിപ്പിനകത്തോട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇപ്പോൾ ഞാൻ സവോള ഇട്ടു, കറിവേപ്പില ഇട്ടു, പെരിഞ്ചീരകം ഇട്ടു, അതുപോലെ ഓരോന്നോരോന്നും നമുക്കിടാം. എല്ലാ വസ്തുക്കളും ഇട്ടതിന് ശേഷം നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത് വെച്ച ആ ഒരു പരിപ്പ് നമുക്ക് കൈ വെച്ചിങ്ങനെ ഉരുട്ടി ചെറിയ ഉരുളകളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം മറ്റേ കൈ വെച്ച് അതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് പരന്ന് പോകരുത്. ഏകദേശം ഒരു പരിപ്പുവടയുടെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പം ഞാൻ 10 എണ്ണം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിക്കകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. ഇത്ര അളവൊന്നുമില്ല, ഏകദേശം ഒരു 1/4 ബോട്ടിൽ പോലും ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു പരിപ്പുവടയുടെ പകുതി മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതി മതി. ഇനിയിപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന പരിപ്പുവട അതിനകത്തേക്ക് ഇടാം. 6, 7, 8 പരിപ്പുവടയൊക്കെ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇടാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറാൻ തുടങ്ങുമ്പോൾ നമ്മളത് തിരിച്ചിടണം. തീ ഒരുപാട് കൂട്ടി വെക്കല്, ചിലപ്പോൾ കരിഞ്ഞു പോവും. നമ്മൾ ഇട്ട ആ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും അത് ചൂടാകുന്നതും, അതായത് അകം വേകുന്നതും. അപ്പം നമ്മൾ ഇട്ട ആ ഒരു ഓർഡറിൽ തന്നെ തിരിച്ചിട്ടാൽ മതി. പരിപ്പുവടയുടെ 2 സൈഡും ഏകദേശം ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ തന്നെ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. കാരണം ചൂടോടെ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ അത്ര രസം കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഫ്രണ്ട്സ്, നമ്മുടെ പരിപ്പുവട നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും.